Hello guys, this is me Gautam and you guys are watching my YouTube channel Dream Rover. ഞാനിപ്പോൾ ഉള്ളത് സ്വീഡനിൽ ഗോതൻബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഞാനിപ്പോൾ ഷട്ടിൽ ബസ് കയറി. ഷട്ടിൽ ബസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റി പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അതിന് മുമ്പേ ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു ലോഗോ കാണിച്ചു തരാം. ഈ ഒരു ലോഗോ കണ്ടോ, വോൾവോ എന്നുള്ള ലോഗോ നമ്മൾ വളരെ കാണുന്ന ഒരു ലോഗോയാണ്. ഈ ഒരു ഗോതൻബർഗ് എന്ന് പറഞ്ഞ ഈ ഒരു സിറ്റിയിലാണ് വോൾവോ എന്ന് പറഞ്ഞ കമ്പനി ഒറിജിൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റിയിൽ വോൾവോൻ്റെ മ്യൂസിയം ഒക്കെ ഉണ്ട്. വോൾവോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മുതൽ അവസാനം വരെയുള്ള സ്റ്റേജ് മുഴുവൻ കാണിച്ചുകൊണ്ടുള്ള വളരെ മനോഹരമായ മ്യൂസിയം ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. അപ്പോൾ അവിടേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ സിറ്റിയിലേക്കാണ് പോകുന്നത്. സിറ്റിയിൽ പോയിട്ട് സിറ്റിയിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, വീഡിയോ മുഴുവൻ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ബസ്സിൽ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് നേരം ബസ്സിലെ ഡ്രൈവറോട് സംസാരിച്ചു. പുള്ളിക്കാരെ ചോദിച്ചാൽ എവിടെ നിന്നാണ്. ഞാൻ പറഞ്ഞു സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങോട്ട് ചോദിക്കുകയാണ് മലയാളിന്ന്. ഞാൻ ഞെട്ടിപ്പോയി. സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ആഫ്രിക്കൻ നാഷണാലിറ്റി ആണെങ്കിലും 7 വർഷത്തോളമായിട്ട് സ്വീഡനിൽ വർക്ക് ചെയ്യാണ്. പക്ഷേ അതിന് മുമ്പ് ഒരുപാട് കാലം ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പോലും. അങ്ങനെ ഒരുപാട് മലയാളി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പറഞ്ഞു. മലയാളീസിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായം കേട്ടോ പുള്ളി. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. പുള്ളിക്കാരന് ക്യാമറയുടെ മുമ്പിൽ വരാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞു നോക്കി, ആകെ 250 പേരെ മാക്സിമം കാണുള്ളൂ എന്ന്. ഞാൻ ഷിപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയായിരുന്നു. ഞാൻ പൊതുവേ നല്ല മടിയുള്ള ആളാണ്. അപ്പോൾ ഞാൻ മഴ കണ്ടപ്പോൾ തന്നെ വിചാരിച്ച് മതി, പോകുന്നില്ലാന്ന്. പിന്നെ വിചാരിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല, വീഡിയോ എടുത്തിരിക്കുന്നു. അങ്ങനെ എൻ്റെ ഒരു പാസഞ്ചർ ഒരു കുടയും മേടിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നല്ല മഴയാണ്. ഞാൻ മഴയൊക്കെ ഇപ്പോൾ ഇതാ കിടന്നുറങ്ങലാണ്. പക്ഷേ വീഡിയോ എടുക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചു, വീഡിയോ എടുത്തിരിക്കുന്നു. ഓക്കെ, ഇവിടുത്തെ ചുറ്റുള്ള കാഴ്ചകൾ ഫുള്ള് കാണിച്ചു തരാം. നല്ല മഴയാണ്. ആദ്യമായിട്ടാണ് ഞാൻ മഴയത്തൊക്കെ ഇറങ്ങി വ്ലോഗ് എടുക്കുന്നത്. ഇത് വളരെ ഫേമസ് ആയ ഗോതൻബർഗ് സിറ്റി സ്ക്വയർ ആണ്. 1611 മുതൽ 1632 വരെ സ്വീഡന്റെ രാജാവായ ഗുസ്താവ് അഡോൾഫ് എന്ന ഒരു മിലിറ്ററി ലീഡറും കൂടിയായ രാജാവിന്റെ പേരിലാണ് ഈ ഒരു സ്ട്രീറ്റ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രൗഢിയിൽ നിൽക്കുന്ന ഈ ഒരു രാജാവിന്റെ സ്റ്റാച്യു ഈ ഒരു സിറ്റി സ്ക്വയറിന്റെ സെന്ററിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ വേറെ ഒരു സംഭവം കണ്ടേ. ഈ ഒരു സംഭവം കണ്ടോ, LGBTQ കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോർണർ മുതൽ മറ്റേ കോർണർ വരെ ഇവരെ വെസ്റ്റേൺ പ്രൈഡ് എന്ന് പറഞ്ഞിട്ട് ഇവരെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷന് വളരെ കൺവീനിയന്റ് ആയ ഒരു സ്ഥലമാട്ടോ ഇത്. ബസ്, മെട്രോ, ട്രാംസ് എല്ലാം ഉണ്ട്. ഗോതൻബർഗ് സ്വീഡനില് സ്കാൻഡിനേവിയൻ കൺട്രിയിലേക്ക് വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാംസ് നെറ്റ്വർക്ക് ഉള്ള ഒരു സ്ഥലം കൂടിയാട്ടോ. 1879 മുതൽ ഈ ട്രാംസ് ഇവിടെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്റെ ഭാഗമാണ്. അങ്ങനെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വെറും ഒരു അർബൻ സിറ്റി തന്നെയാണെന്നാണ്. പക്ഷേ ദൂരെ ഒരു വാട്ടർ ഫൗണ്ടൻ കണ്ട നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ വാട്ടർ ഫൗണ്ടൻ എടുത്ത് തന്നെ അതിൻ്റെ ചെറിയൊരു നല്ലൊരു പാർക്കുണ്ട്. ഒരു മഴയൊക്കെ പെയ്തതുകൊണ്ട് ഈ മരങ്ങളുടെ നടുവിലൂടെ നടക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. വെള്ളമൊന്നും അത്ര ഫ്രഷ് ഒന്നും ഇല്ലെങ്കിലും പാറമൊക്കെ ഉണ്ട്. ഒരുപാട് പേര് ഒരുമിച്ച് താമസിക്കുന്ന ഒരു അർബൻ സിറ്റി തന്നെയാട്ടോ ഗോതൻബർഗ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു കനാലിന് ഇത്രയും പൊല്യൂട്ടായി നിൽക്കുന്നത്. പക്ഷേ ഈ കനാൽ അവർ നല്ലോണം പോലെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സിറ്റിയുടെ ബ്യൂട്ടി വല്ലാണ്ട് ഇമ്പ്രൂവ് ആവുന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. അങ്ങനെ കുറച്ച് നേരം ആ സ്ട്രീറ്റിലൂടെയൊക്കെ നടന്നിട്ട് ഈ ഒരു ചെറിയ മാള് കണ്ട് അങ്ങനെ കുറച്ച് നേരം ഈ മാള് കയറിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ മാളിൽ എന്നെ അട്രാക്ട് ചെയ്ത വേറൊരു സംഭവം ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ മെക്ഡോണൽഡ്സ് ഉണ്ട്, പക്ഷേ ഈ ഒരു സംഭവം ഉണ്ട്. ഈ മെക്ഡോണൽഡ്സ് കഫേ എന്ന് പറഞ്ഞത്, അതായത് മെക് കഫേ എന്ന് പറഞ്ഞത്, അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആട്ടോ. അതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഒന്നും ഉണ്ടാവില്ല, ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡാണ്. അതായത് കണ്ടോ, കൗണ്ടറിൽ പോലും ഒറ്റ കുട്ടിയില്ല. നമ്മൾ ഫുഡ് എടുക്കുക, സ്കാൻ ചെയ്യുക, ഇത്രയും സിമ്പിൾ പരിപാടി. എൻ്റെ മുമ്പുള്ള വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ അറിയാൻ പറ്റും. ലിസ്ബൺ അതായത് പോർച്ചുഗൽ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും അതേമാതിരി സ്കോട്ട്ലൻഡ് ആണെങ്കിലും UK ആണെങ്കിലും അവിടെയുള്ള ഒരു ആർക്കിടെക്ചറുമായിട്ട് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ എന്തിനാണ് ലിസ്ബണിൻ്റെ കാര്യവും ഫ്രാൻസിൻ്റെ കാര്യം UKൻ്റെ കാര്യവും ഓർക്കണി ഐലൻഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ചാനലിലുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കണേ. ഇവിടെ ഒരുപാട് ബാങ്കുകളുണ്ട് കേട്ടോ. നമ്മൾ ഡെയിലി TV കാണുന്ന ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇവിടെയൊക്കെ അക്കൗണ്ട് ഉണ്ടാവും. ഒക്കെ ബാങ്ക് ആട്ടോ. അത് സ്വീഡ് ബാങ്കാണ്, അതൊരു ബാങ്കാണ്. ഞാൻ ഉദ്ദേശിച്ചത് സെലിബ്രിറ്റീസിനെയും ബിസിനസ് ചെയ്യുന്നവരെയാ കേട്ടോ. ഗൈസ്, എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്ത ചാനൽ ഇനിയും കാണുന്നവരെ, ദിസ് ഈസ് മീ ഗൗതം രാജ് സൈനിങ് ഓഫ്.